ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം എനിക്കെന്തായാലും വരയ്ക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് എങ്ങനെയാവുന്നൊക്കെ എനിക്ക് ഏകദേശം ഊഹമുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മൂടിയൊന്നും ലാഗ് ആക്കുന്നില്ല. ഞാനിവിടെ ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വീഡിയോ എടുത്തില്ലോ നോക്കിയിട്ട് ഞാനിങ്ങനെ പോയി ഫോൺ എടുത്തിട്ടൊന്ന് ഞാനിത് മൊത്തം ഇങ്ങനെ ആരും നമ്മൾ എത്രത്തോളം വരയ്ക്കുന്നുണ്ട് എന്നുള്ള ഊഹം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് അതിലോട്ട് ഇത് മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുക്കണം. നമ്മൾ സ്റ്റിക്കറാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇത്രയും പശ പാടില്ല. നമ്മളിത് എവിടെയും കൊണ്ട് ഒട്ടിച്ച് പറിക്കുക എന്ന് പറഞ്ഞിട്ട് പിറ്റി കൊണ്ട് ഒട്ടിച്ചിട്ട് പറിച്ചിട്ട് പെയിൻറ്റ് കാണിച്ചിട്ട് അടി കൊണ്ടരുത് കേട്ടോ. അതോടെ ചേച്ചിയും ചേട്ടനുള്ള വീട്ടിലാണെങ്കിൽ ശ്രദ്ധിക്കണം. ചേച്ചീൻ്റെ ബുക്ക് എടുത്തിട്ട് അടിച്ച് മാറ്റിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. നമ്മുടെ ബുക്ക് കൊളാക്കി വെക്കരുത് എന്ന് പറഞ്ഞ് ചേച്ചീൻ്റെ അടുത്ത് പോയിട്ട് ഇവർ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് തല്ലുകൂടി അടിഞ്ഞ് മറിഞ്ഞ് വീഴരുത്. ഈ വീഡിയോ ലാഗാക്കാൻ എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്. ഞാൻ പറയുന്നില്ല, എൻ്റെ അനിയൻ്റെ പനിയാണ് ഗൈസ്, പനിയുണ്ട് ഗൈസ് പനിയുണ്ട് ഗൈസ്. ഇത് ഞാൻ സുഖിക്കുമെന്നല്ലാട്ടോ, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ നിൽക്കുന്നത് പൂച്ചട്ടീൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പൂച്ചട്ടീനെയാണ്. ഇതിപ്പം വരച്ച് വരുമ്പോൾ പൂച്ചട്ടീൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പട്ടീനെയാവും എനിക്ക് തോന്നുന്നു കേട്ടോ. കളിയാക്കി ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി കളിയാക്കി എന്നും പറയും കേട്ടോ. ഞാൻ കളിയാക്കി അങ്ങേ അറ്റെത്താനായി എന്ത് വരച്ച് കഴിഞ്ഞിട്ടാണ്. ഞാനൊരു 2 സ്റ്റിക്കർ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിതുമാണ്. പിന്നെ ഞാനിപ്പോൾ എന്ത് വരയ്ക്കുമോ കിട്ടി നമ്മുടെ പേപ്പർ സോപ്പ് ഇട്ടു. അതിനെയും കൂടെ കൊളാക്കാനിട്ട് എനിക്ക് വയ്യ. പേപ്പർ SHOP അയ്യോ സോപ്പ്. അത് ഞാൻ സ്പെല്ലിങ് തിരുത്തട്ടെ കേട്ടോ. സ്പെല്ലിങ് തിരുത്തുവാണ്. സ്പെല്ലിങ് തിരുത്തി എഴുതിയിട്ടുണ്ട്. എല്ലാം ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വരയ്ക്കുകയാണ്. ഞാനെല്ലാം വരച്ചിട്ട് കാണിച്ചത്. സ്റ്റിക്കർ മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തീമിനനുസരിച്ച് കളർ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പേപ്പർ സോപ്പ് വർക്ക് എങ്ങാണോ നോക്കാം കേട്ടോ. ആദ്യം പേപ്പർ സോപ്പ് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ആ സോപ്പ് എന്നൊക്കെ എഴുതി മേലോട്ട് വെട്ടി എഴുതിയതുകൊണ്ട് തന്നെ അതിന് വൃത്തിയാക്കുവാൻ ജസ്റ്റും പിന്നെയും പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് വർക്കിംഗ് ആണെന്നുണ്ട്, കാരണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ ഈ ബുക്കിൻ്റെ ദുരൂഹരണങ്ങൾ കൊണ്ടാണ് കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യുക. ബൈ.